Hi students, welcome to A Dream Classroom. So today we are going to deal with the paper BEGC 107 British Poetry and Drama 17th and 18th century. Okay, അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 1 ആണ്. Okay, so today we will discuss the all the units of this block. Okay, so first this third block is all about John Dryden and his work Macflecknoe. Okay, so ഇദ്ദേഹത്തിൻ്റെ അതായത് ജോൺ ഡ്രൈഡൻ നമ്മുടെ റെസ്റ്റോറേഷൻ പീരീഡിലെ ഏറ്റവും അല്ലെങ്കിൽ എന്താ പറയുക 17th സെഞ്ച്വറിയിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിട്ടുള്ള റൈറ്ററാണ്, ക്രിട്ടിക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് ആൻഡ് വർക്കാണ് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് തന്നെ ജോൺ ഡ്രൈഡൻ ലൈഫ് ആൻഡ് വർക്ക് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് യൂണിറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ വർക്ക് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള മാക്ഫ്ലെക്നോ എന്നുള്ളത്. ഈ മാക്ഫ്ലെക്നോൻ്റെ എന്താ പറയണ്ടേ, അതിൽ എന്താണ് ആ ഒരു പോയം പറയുന്നത്, അതുപോലെ തന്നെ അതിൽ ഉള്ള എന്താ പറയണ്ടേ ആ ഒരു വർക്കിൻ്റെ തീം, സമ്മറി, അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കമ്പാരിസൺ, അനാലിസിസ്, ഇതെല്ലാമാണ് നിങ്ങൾക്ക് ഈ യൂണിറ്റ് മൊത്തമായിട്ട്, യൂണിറ്റ് അല്ല ഈ ബ്ലോക്ക് മൊത്തമായിട്ട് വരുന്നത്. Okay, so John Dryden and his work Macflecknoe. Okay, so first of all we can move on to the life and work of John Dryden. Okay, ഇനി ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൈൻഡ് ഓഫ് റൈറ്റിങ്സ് എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. Okay, so this unit introduces John Dryden, one of the greatest poets of critics of Restoration England. Okay, so one of the greatest poets and critic of Restoration England, and understanding his life is important because his writing was strongly influenced by politics, religion and social changes of his time. അപ്പോൾ ആ റെസ്റ്റോറേഷൻ പീരീഡിലെ സോഷ്യൽ ചേഞ്ചസ്, അതുപോലെ തന്നെ പൊളിറ്റിക്സ്, അതേപോലെ തന്നെ റിലീജിയസ് ചേഞ്ചസ്, അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള സോഷ്യൽ ചേഞ്ചസിൻ്റെയും ഒരു എന്താ പറയണ്ടേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കണ്ടിരുന്ന, അതിലെല്ലാം സീരിയസ് ആയിട്ട് നോക്കിക്കണ്ടിരുന്ന ഒരാളും കൂടിയായിരുന്നു ജോൺ ഡ്രൈഡൻ. അദ്ദേഹത്തിൻ്റെ വർക്ക്സിലും നമുക്ക് ആ ഒരു സോഷ്യൽ ടൈം പീരീഡ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫ് ബാക്ക്ഗ്രൗണ്ട് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അത് നമ്മൾ അങ്ങനെയും പഠിച്ചിരിക്കണം എന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ടൊരു യൂണിറ്റ് മൊത്തമായിട്ട് തന്നിട്ടുള്ളത് തന്നെ. ഓക്കെ, സോ നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക് നോക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് നോക്കാം. ആഫ്റ്റർ ലൈഫ് we can move on to his works. Okay, so John Dryden, he is often known as father of criticism. Which criticism? English criticism. Okay, so he is often called as the father of English criticism. Okay, father of English criticism എന്നാണ് ജോൺ ഡ്രൈഡനെ പലപ്പോഴായിട്ട് വിളിക്കപ്പെടാറ്. And he is also the greatest literary figure of the restoration period. നമ്മൾ പറഞ്ഞു റെസ്റ്റോറേഷൻ പീരിയഡിലെ one of the greatest literary figures കൂടിയാണ്. And he was not only a poet but also a dramatist, translator and a critic. ആരൊക്കെയാണ്? പോയറ്റ് ആണ്, ഡ്രമാറ്റിസ്റ്റ് ആണ്, ട്രാൻസ്ലേറ്റർ ആണ്, and also he was a greatest critic of that time. Okay, then the restoration period. എപ്പോഴാണ് റെസ്റ്റോറേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1660 റെസ്റ്റോറേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസ്റ്റോറേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു മൊണാർക്കി അല്ലേ, പാർലമെൻറ്റും മൊണാർക്കിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റും, അങ്ങനെ കിങ് ചാൾസിനെ അവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ട് പക്ഷെ അവിടെ വേറെ ഒരു അല്ലേ പാർലമെൻറ്റ് വരികയും പിന്നീട് അത് തിരിച്ചു പിടിക്കുകയും അങ്ങനെ മൊണാർക്കി റീഗെയിൻ ചെയ്തിട്ട് റീസ്റ്റോറേഷൻ വരികയുണ്ടായി. അതാണ് നമ്മുടെ എന്താണ് റെസ്റ്റോറേഷൻ പീരിയഡ് എന്ന് പറയുന്നത്. സോ മൊണാർക്കി റിട്ടേൺഡ് ഇൻ ഇംഗ്ലണ്ട് ആഫ്റ്റർ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും നിലവിൽ വന്നിട്ടുള്ള ആ ഒരു മൊണാർക്കിയാണ് റെസ്റ്റോറേഷൻ പീരിയഡ് ആയിട്ട് കണക്കാക്കുന്നത്. ആൻഡ് ലിറ്ററേച്ചർ ചേഞ്ച്ഡ് ഗ്രേറ്റ്ലി ഡ്യൂറിങ് ദിസ് ടൈം. എല്ലാം മാറിയതുപോലെ തന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ലിറ്ററേച്ചറും ആ ടൈമിൽ മാറിയിട്ടുണ്ട്. And writers became more realistic, satirical and political. അപ്പോൾ ആ സോഷ്യൽ ചേഞ്ചസിനെ റൈറ്റേഴ്സ് കണ്ടിരുന്നത് ഒരു സറ്ററിക്കൽ മാനേഴ്സിലൂടെ, റൈറ്റിങ്സിലൂടെ കൊണ്ടുവരാനാണ്. ലൈക്ക് എന്താ നമ്മൾ ആക്ഷേപഹാസ്യം എന്നൊക്കെ പറയില്ല, ഒരു സീരിയസ് ഇഷ്യൂവിനെ
എന്താ പറയണ്ടേ വിറ്റിലൂടെ അല്ലെങ്കിൽ എന്താ പറയണ്ടേ ഹ്യൂമറസ് ആയിട്ട് അവതരിപ്പിക്കുക. സോ ദാറ്റ്സ് അല്ലെങ്കിൽ through that the audience can get the full essence of that theme or the concept easily. അപ്പോൾ ഈസി ആയിട്ട് റീഡേഴ്സിന് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാം. പക്ഷെ അത് ഹ്യൂമറസ് ആയ വേയിലാണ്, പക്ഷെ അത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ സറ്റേറിക്കൽ മാനേഴ്സിലൂടെയാണ് അന്നത്തെ റൈറ്റേഴ്സ് ഇതിനെ കൂടുതലായിട്ട് കണ്ടിരുന്നത്. സോ നമ്മുടെ ജോൺ ഡ്രൈഡനും ഒരു വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സറ്റേറിക്കൽ റൈറ്റേഴ്സ് ആണ് കേട്ടോ. ആൻഡ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന മെറ്റ് ഫ്ലെക്നോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പോയമും ഒരു എന്താണ് ഗ്രേറ്റസ്റ്റ് അല്ലെങ്കിൽ ഒരു പോപ്പുലർ സറ്റയർ ആണ്. ഓക്കെ. ആൻഡ് ഡ്രൈഡൻ ബിക്കെയിം ദ വോയിസ് ഓഫ് ദിസ് ഏജ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഏജിലെ ഒരു വോയിസ് ഓഫ് ദ ഏജ് എന്നാണ് ഡ്രൈഡനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ. സോ നമുക്കൊന്നും കൂടി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറയാൻ പറ്റും? ഹി വാസ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ റൈറ്റർ ഓഫ് റെസ്റ്റോറേഷൻ പീരീഡ് ആൻഡ് poet, critic and dramatist. Then his writings connected with പൊളിറ്റിക്സുമായിട്ട് രാഷ്ട്രീയമായിട്ട് അല്ലേ അന്നത്തെ ആ ഒരു എന്താ പറയണ്ടേ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയവുമായി എന്താ മോർ കണക്റ്റഡ് ആണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഹി ഈസ് ഓൾസോ നോൺ ഫോർ സറ്റയർ ആൻഡ് ഹീറോയിക് കപ്ലെറ്റ്സ്. എന്താ ഹീറോയിക് കപ്ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പോയറ്റിക് ഫോമാണ്. അയാംബിക് പെൻഡാമീറ്ററിൽ എഴുതുന്ന റൈറ്റിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹീറോയിക് കപ്ലെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ചെറിയ ഇഷ്യൂവിനെ അല്ലെങ്കിൽ എന്താ പറയണ്ടേ സീരിയസ് ആയിട്ടൊരു ഇഷ്യൂവിനെ, സിമ്പിൾ ആണെങ്കിലും ഇറ്റ് മൈറ്റ് ബി എ സീരിയസ് ഇഷ്യൂ അല്ലേ, ആ സീരിയസ് ഇഷ്യൂവിനെ അത്രയും വലിയ ഹീറോയിക് കപ്ലെറ്റ്സിലൊക്കെ എഴുതിയിട്ട് സീരിയസ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. So that's all about the introduction regarding our writer John Dryden. ഇനി അദ്ദേഹത്തിൻ്റെ ലൈഫ് ഒന്ന് നോക്കാം. So he was born in 1631. Okay, 1631 and passed away in 1700. Okay. So he was nearly passed away in the age of 69, right? Yeah. Okay. So John Dryden was born in 1631 in Northamptonshire. Okay, Northamptonshire into a Puritan family. ഒരു പ്യൂരിറ്റൻ ഫാമിലിയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. He lived during major historical events like English Civil War, execution of King Charles I, restoration of monarchy and religious conflicts. അപ്പോൾ ഇത്രയും എന്താ പറയണ്ടേ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് നടന്നിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്താ പറയണ്ടേ ലൈഫ് ടൈം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഇംഗ്ലീഷ് സിവിൽ വാർ, എക്സിക്യൂഷൻ ഓഫ് കിങ് ചാൾസ് ഫസ്റ്റ്, ദെൻ റെസ്റ്റോറേഷൻ ഓഫ് മൊണാർക്കി, ദെൻ റിലീജിയസ് കോൺഫ്ലിക്റ്റ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആയിട്ടുണ്ടായിരുന്നു. നൗ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് നോക്കിയാൽ, ഡ്രൈഡൻ സ്റ്റഡീഡ് അറ്റ് വെസ്റ്റ്മിനിസ്റ്റർ സ്കൂൾ ആൻഡ് ലേറ്റർ അറ്റ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. വെസ്റ്റ്മിനിസ്റ്റർ സ്കൂളിലായിരുന്നു സ്കൂളിംഗ്. ദെൻ ഹി ലേറ്റർ കെയിം ടു Cambridge University and he received training in classical literature, rhetoric, Latin and argumentative writing. Okay, ഇതിലെല്ലാം അദ്ദേഹം trained ആയിരുന്നു. And these influenced his later poetry. അപ്പോൾ ഇതെല്ലാം എന്താ പറയണ്ട അക്കാദമിക് ലെവലിലും അദ്ദേഹം മച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. സോ ദീസ് were influenced his writing or poetry എന്നാ പറയുന്നത്. Then career എടുത്ത് നോക്കുകയാണെങ്കിൽ he was worked as a poet laureate. Okay, 1668 പോയറ്റ് ലോറേറ്റ് ആയിരുന്നു ഇംഗ്ലണ്ടിലെ. ദെൻ ഹിസ് ഓൾസോ ഹിസ്റ്ററിയോഗ്രാഫർ റോയൽ ആയിരുന്നു. ഓക്കെ, എന്താണ് അതായത് റോയൽ ഫാമിലി മീൻസ് റോയൽ ആൾക്കാരുടെ ഹിസ്റ്ററീസ് എഴുതുന്ന ഒരു കൈൻഡ് ഓഫ് റൈറ്റർ തന്നെയാണ് നമ്മൾ ഗ്രാഫർ ലോയൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒഫീഷ്യൽ ടൈറ്റിലാണ് ഗിവൺ ടു എ കോർട്ട് ഹിസ്റ്റോറിയൻ ഓർ എ ക്രോണിക്ലർ ബൈ എ മൊണാർക്ക്. ഒരു മൊണാർക്കിൽ നിന്നും കിട്ടുന്ന ഒരു ഒഫീഷ്യൽ നെയിമാണത് കേട്ടോ. Then which emerged in Europe during the 15th to 17th century. Okay, അതാണ് എന്ത് നമ്മുടെ കാരിയർ, അദ്ദേഹത്തിൻ്റെ ഡ്രൈഡൻ്റെ കാരിയർ എന്ന് പറയാം. സോ ഹൗവർ
ഹി എൻജോയ്ഡ് റോയൽ സപ്പോർട്ട്. ഓക്കെ, മൊണാർക്കിയിൽ നിന്നും അദ്ദേഹത്തിന് റോയൽ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നു, അത് അദ്ദേഹം എൻജോയ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദെൻ ഹവെവർ പൊളിറ്റിക്കൽ ചേഞ്ചസ് അഫക്റ്റഡ് ഹിം. അപ്പോൾ എങ്ങനെയാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് അദ്ദേഹത്തെ നന്നായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. വെൻ ജെയിംസ് സെക്കൻഡ് ലോസ് പവർ, ഡ്രൈഡൻ ലോസ് പൊസിഷൻസ് ബിക്കോസ് ഓഫ് ഹിസ് റിലീജിയസ് ബിലീഫ്സ്. ഓക്കെ, ഇപ്പോൾ റിലീജിയസ് ബിലീഫിൻ്റെ ഭാഗമായിട്ട് ജെയിംസ് സെക്കൻഡിൻ്റെ പവർ നഷ്ടപ്പെട്ടപ്പോൾ ഡ്രൈഡനും അദ്ദേഹത്തിൻ്റെ പൊസിഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ദിസ് ഷോസ്, എന്താണ് അത് ഷോ ചെയ്യുന്നത്? ലിറ്ററേച്ചർ ആൻഡ് പൊളിറ്റിക്സ് വർ ക്ലോസ്ലി കണക്റ്റഡ് അല്ലേ? ലിറ്ററേച്ചറും പൊളിറ്റിക്സും തമ്മിൽ എന്താണ് ക്ലോസ്ലി ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്ലോസ് കണക്ഷൻ ആയിരുന്നു എന്നാണ് ആ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി ലൈഫ് ആൻഡ് ആർട്ടിലേക്ക് വരികയാണെങ്കിൽ ഡ്രൈഡൻസ് വർക്ക്സ് മിറർ കണ്ടംപററി സൊസൈറ്റി. ആ ഒരു കണ്ടംപററി സൊസൈറ്റീൻ്റെ ഒരു മിററായിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് ഡീൽ ചെയ്തായിരുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്സ്, റിലീജിയൻ, സറ്റയർ, ഹ്യൂമൻ വീക്ക്നെസ് ആൻഡ് പവർ സ്ട്രഗിൾസ്. സോ ദസ് ഹിസ് റൈറ്റിംഗ് ബിക്കം സോഷ്യൽ ഡോക്യുമെൻറ്റ്. ഓക്കെ, സോഷ്യൽ ഡോക്യുമെൻറ്റ്സ്, ഒരു സോഷ്യൽ ഡോക്യുമെൻറ്റേഷൻ ആണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഒരു പോപ്പിഷ് പ്ലോട്ടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് പോപ്പിഷ് പ്ലോട്ട് 1678 ഒരു ഫോൾസ് കോൺസ്പിറസി ആയിരുന്നു. ക്ലെയിമിങ് കത്തോലിക്സ് പ്ലാനഡ് ടു കിൽ ദ കിങ്. അവിടുത്തെ ആ കിങ്ങിനെ കത്തോലിക്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്, കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫാൾസ് ആയിട്ടുള്ള ഒരു കോൺസ്പിറസി ആ ഒരു ടൈമിലുണ്ടായിരുന്നു. അതിനെയാണ് ഇത് പോപ്പിഷ് പ്ലോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ കിങ്ങിനെയൊക്കെ കൊല്ലാനുള്ളൊരു പ്ലാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ് കോൺഫ്ലിക്ട്സുകൾ അല്ലേ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അങ്ങനെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു ടെൻഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ദെൻ ഡ്രൈഡൻ റോട്ട് പോയംസ് കണക്റ്റഡ് വിത്ത് ദീസ് കോൺഫ്ലിക്ട്സ്. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്ട്സിൻ്റെ ബേസിലും ഡ്രൈഡൻ കുറേ വർക്ക്സുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ടൈമിലെ 2 ഇമ്പോർട്ടൻറ്റ് വർക്ക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അബ്സലോം ആൻഡ് അക്കിറ്റോഫെൽ. ഓക്കെ, അബ്സലോം ആൻഡ് അക്കിറ്റോഫെൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടാവും കേട്ടോ. ദെൻ അതൊരു പൊളിറ്റിക്കൽ സറ്റയർ ആണ്. അബ്സലോം ആൻഡ് അക്കിറ്റോഫെൽ പൊളിറ്റിക്കൽ സറ്റയർ ആണ്. തീംസ് എന്തൊക്കെയായിരിക്കും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. എന്തൊക്കെയായിരിക്കും ആ ഒരു ടൈമിലെ റിബല്യൻ അല്ലേ, അതുപോലെ കിങ്ഷിപ്പ് ദെൻ പൊളിറ്റിക്സ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് that important work. Then another important work is നമ്മുടെ മക്ഫ്ലെക്നോ that we are going to study. മക്ഫ്ലെക്നോ ഒരു ലിറ്റററി സറ്റയർ ആണ്. ആൻഡ് അതിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് തോമസ് ഷാഡ്വെൽ എന്ന് പറയുന്ന റൈറ്റർ ജോൺ ഡ്രൈഡനെ കുറിച്ചിട്ട് വളരെ മോശമായി എഴുതിയപ്പോൾ അതിനൊരു റെസ്പോണ്ട് എന്ന നിലയ്ക്ക് നമ്മുടെ ജോൺ ഡ്രൈഡൻ എഴുതിയിട്ടുള്ളൊരു റൈറ്റിങ്ങും കൂടിയാണ് മക്ഫ്ലെക്നോ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തോമസ് ഷാഡ്വെല്ലിൻ്റെ അദ്ദേഹത്തെ വളരെ തേച്ചൊട്ടിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ മലയാളത്തിൽ, അങ്ങനെ തേച്ചൊട്ടിക്കുന്ന രീതിയിലുള്ള ഒരു റൈറ്റിംഗ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ, ഫുള്ളി സറ്റയർ ആയിട്ട്. ഓക്കെ, അതിൻ്റെ ഒരു പേർപ്പസും എന്നുള്ളത് അതിൻ്റെ മെയിൻ പേർപ്പസ് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഒട്ടും ഗുണമില്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത ലിറ്ററേച്ചർ, ദാറ്റ് ഈസ് ബാഡ് ലിറ്ററേച്ചറിനെ മോക്ക് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ആ ഒരു റൈറ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ടു ലിറ്ററേച്ചർ, എസ്പെഷ്യലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പറയുകയാണെങ്കിൽ ജോൺ ഡ്രൈഡൻ കോൺട്രിബ്യൂട്ടഡ് ആസ് പോയറ്റ്, മാസ്റ്റർ ഓഫ് സറ്റയർ എന്നായിരുന്നു അദ്ദേഹത്തെ അറിയപ്പെടുന്നിരുന്നത്. ക്രിട്ടിക്കായിട്ടാണെന്നുണ്ടെങ്കിൽ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം ആയിരുന്നു. ദെൻ ഡ്രമാറ്റിസ്റ്റ് ആണെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേ റൈറ്റായിരുന്നു അദ്ദേഹം. ട്രാൻസ്ലേറ്റർ ആണെങ്കിൽ പല ക്ലാസിക്കൽ ടെക്സ്റ്റുകളും അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സറ്റയറിസ്റ്റും കൂടിയാണ്. ഇംപ്രൂവ്ഡ് പൊളിറ്റിക്കൽ ആൻഡ് ലിറ്റററി സറ്റയർ, ആ സറ്റയർ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് റൈറ്റിങ്സിനെ ഇംപ്രൂവ് ചെയ്തിട്ടും കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ യൂണിറ്റ് 1 നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. ദീസ് ഓൾ ആർ അബൌട്ട് ദ ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് ജോൺ ഡ്രൈഡൻ. ആൻഡ് വി ക്യാൻ കൺക്ലൂഡ് ലൈക്ക് ദിസ്. ഡ്രൈഡൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മിച്ച് വെക്കാനുള്ള ഒരു ഇക്വേഷൻ പോലെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഡ്രൈഡൻ ഈസ് ഈക്വൽ ടു റെസ്റ്റോറേഷൻ റൈറ്റർ പ്ലസ് സറ്റയറിസ്റ്റ് പ്ലസ് ക്രിട്ടിക് പ്ലസ് പൊളിറ്റിക്കൽ പോയറ്റ്, അങ്ങനെ നമുക്ക് എഴുതാം. അതായത് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇഫ് ജോൺ ഡ്രൈഡനെ കുറിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു
ഫീൽഡിൽ നിന്നെല്ലാം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എടുത്തെഴുതാം. എന്തൊക്കെ? റെസ്റ്റോറേഷൻ റൈറ്റ്, അപ്പോൾ റെസ്റ്റോറേഷൻ പീരീഡും കാര്യങ്ങളും എഴുതാം. ദെൻ സറ്റയറിസ്റ്റ്, അപ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനും കാര്യങ്ങളും അതിനെ മോക്ക് ചെയ്തുകൊണ്ട് എഴുതുന്നതാണ് സറ്റയർ എന്ന് പറയാം. ദെൻ ക്രിട്ടിക് അല്ലേ, ആസ് ലൈക്ക് ദിസ്. ദെൻ പൊളിറ്റിക്കൽ പോയിറ്റ്. Okay, so that's all about the unit 1. Okay, I hope this is clear for you. Okay, now we can move on to the next unit, that is unit 2, McFlecknoe, reading the poem. Okay, അതാണ് യൂണിറ്റിൻ്റെ പേര് വരുന്നത്. സോ ഇതിൽ നമ്മൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സമ്മറി എന്താണ് മക്ഫ്ലെക്നോ എന്ന പോയം കൊണ്ട് ജോൺ ഡ്രൈഡൻ ഉദ്ദേശിക്കുന്നത്, അതിലെന്താണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്, അതിൻ്റെ തീംസ്, അതുപോലെ തന്നെ അതിൻ്റെ സമ്മറി എല്ലാമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസസ് മക്ഫ്ലെക്നോ, കൺസിഡേർഡ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് മോക്ക് ഹീറോയിക് പോയംസ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയില്ലേ, അതാണ് ഏർലിയസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് മോക്ക് ഹീറോയിക് പോയംസ്. ഓക്കെ, അപ്പോൾ എന്താണ് മോക്ക് ഹീറോയിക് പോയം എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. എന്താണ് മോക്ക് ഹീറോയിക് പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മോക്ക് ഹീറോയിക് പോയട്രി യൂസസ് ദ ഗ്രാൻഡ് സ്റ്റൈൽ ഓഫ് എപ്പിക് പോയട്രി ടു ഡിസ്ക്രൈബ് സില്ലി സബ്ജക്ട്സ്. ഓക്കെ, അതായത് നമ്മൾ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ നമ്മുടെ എന്താ പറയണ്ടേ, റിയൽ ഹീറോസിനെയൊക്കെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് റൈറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള അത്രയും ഗ്രാൻഡ് സ്റ്റൈൽ ആയിട്ടുള്ള കാര്യങ്ങളും എപ്പിക് പോയട്രീൻ്റെ ആ ഒരു ഗ്രാൻഡ് സ്റ്റൈൽ യൂസ് ചെയ്തുകൊണ്ട് സിമ്പിൾ സബ്ജക്റ്റ് അല്ലെങ്കിൽ സില്ലി സബ്ജക്ട്സിനെ കുറിച്ചിട്ട് എഴുതുന്ന അത്തരത്തിലുള്ള പോയട്രിയാണ് മോക്ക് ഹീറോയിക് പോയട്രി എന്ന്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കപ്ലെറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻസ നമുക്ക് അയാംബിക് പെൻറ്റാമീറ്റർ ആയിട്ടും ഹീറോയിക് കപ്ലെറ്റ്സ് ഒക്കെ ആയിട്ട് അത്തരത്തിലുള്ള ഗ്രാൻഡ് സ്റ്റൈലാണ് നമുക്കതിൽ കാണാൻ പറ്റുക. എന്നാൽ അത് പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത്രയും വലിയ കാര്യമാണ്. ഒരു അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ, ഹീറോയുടെ സ്റ്റോറി കാര്യങ്ങളാണോ അതിൽ പറയുന്നത്? അല്ല, സില്ലി കാര്യങ്ങളായിരിക്കും, അങ്ങനെ അല്ലെങ്കിൽ എന്തിനെങ്കിലും മോക്ക് ചെയ്തുകൊണ്ട് പറയുന്നതായിരിക്കും. അത്തരത്തിലുള്ള പോയട്രീനെയാണ് നമ്മൾ എന്ത് പറയാം, മോക്ക് ഹീറോയിക് പോയട്രി എന്ന് പറയാം. ഓക്കെ, ഒന്നുമില്ല, എപ്പിക് പോയട്രീൻ്റെ ഗ്രാൻഡ് സ്റ്റൈൽ യൂസ് ചെയ്തിട്ടുണ്ട് സില്ലി സബ്ജക്ട്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കൈൻഡ് ഓഫ് റൈറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക, മോക്ക് ഹീറോയിക് പോയട്രി എന്ന് പറയാം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റെഡ് ഓഫ് പ്രൈസിങ് ഹീറോസ് ഡ്രൈഡൻ പ്രൈസസ് സ്റ്റുപ്പിഡിറ്റി. ഇപ്പോൾ ഈ ഒരു പോയം നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഹീറോനെ പ്രൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹീറോൻ്റെ സക്സസ്, വിജയം, എന്താ പറയുക, വിക്ടറി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഡ്രൈഡനെ അല്ല നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ അദ്ദേഹം ഒരു സ്റ്റുപ്പിഡിറ്റീനെ മോക്ക് ചെയ്തുകൊണ്ട്, സറ്റയർ ചെയ്തുകൊണ്ട് എഴുതുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇത് ഒരു ഹ്യൂമറും സറ്റയറുമാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഹീറോയിക്, അതായത് മോക്ക് ഹീറോയിക് പോയട്രി എന്ന് പറയുന്നത്. ഓക്കെ, തിരിച്ചു വരാം. അപ്പോൾ എന്താണ് ഏർലിയസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് മോക്ക് ഹീറോയിക് പോയട്രിയാണ് അല്ലെങ്കിൽ പോയമാണ്. ആൻഡ് ഇവിടെ മക്ഫ്ലെക്നോൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഈ ഒരു പോയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സറ്റയറിക്കൽ പോയമാണ്. ഇവിടെ ജോൺ ഡ്രൈഡൻ റിട്ടൺ അഗെയിൻസ്റ്റ് ദ അനദർ റൈറ്റർ തോമസ് ഷാഡ്വെൽ. ഓക്കെ, തോമസ് ഷാഡ്വെൽ എന്ന് പറയുന്ന വേറൊരു റൈറ്ററിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എഴുതിയിട്ടുള്ളൊരു പോയമാണ് അല്ലെങ്കിൽ ഒരു സറ്റാറിക്കൽ പോയമാണ് മക്ഫ്ലെക്നോ എന്നുള്ളത്. ഓക്കെ, ഇവിടെ അദ്ദേഹം തോമസ് ഷാഡ്വെല്ലിനെ പോർട്രേ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, ലൈക്ക് എ ഫോളിഷ് അൺടാലൻറ്റഡ് ആൻഡ് എ കിങ് ഓഫ് ഡൾനെസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തോമസ് ഷാഡ്വെല്ലിനെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, കളിയാക്കിയിട്ടില്ലെങ്കിൽ പോർട്രേ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയണത്. ഓക്കെ, സോ എന്തിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തോമസ് ഷാഡ്വെൽ ഇവിടെ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തിനാണ് ഡ്രൈഡൻ അദ്ദേഹത്തെ എഗെയിൻസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത് എന്നാണ് നോക്കുന്നത്. അതായത് ഡ്രൈഡനും തോമസ് ഷാഡ്വെല്ലും അവർ പരസ്പരം ഒരേ ടൈം പീരീഡിലായിരുന്നു ഇവർ രണ്ടുപേരും ജീവിച്ചിരുന്നത്. എന്നാൽ ലിറ്റററിയും അതേപോലെ തന്നെ പൊളിറ്റിക്കലുമായിട്ടുള്ള പല ഡിസഗ്രിമെൻറ്റ്സും ഇവരുടെ ഇടയിലുണ്ടായിരുന്നു. ഓക്കെ, രണ്ടുപേരുടെയും പേഴ്സ്പെക്റ്റീവ്സ് എന്തായിരുന്നു, ഡിഫറെൻ്റ് ആയിരുന്നു. അതേപോലെ ഡ്രൈഡൻ ബിലോങ്ഡ് ടു വൺ പൊളിറ്റിക്കൽ സൈഡ്, എന്നാൽ തോമസ് ഷാഡ്വെൽ ബിലോങ് ടു അനദർ പൊളിറ്റിക്കൽ സൈഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോൺഫ്ലിക്റ്റ് എന്താണ് സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവും. ആൻഡ് ഷാഡ്വെല്ലും
ഡ്രൈഡൻ്റെയും ഒരു എന്താ പറയുക പേഴ്സണൽ കോൺഫ്ലിക്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതൊരു ലിറ്റററി സെറ്റയറുമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയണേ. ഓക്കെ, സോ ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ തോമസ് ഷാഡ്വെൽ ഇതിനു മുന്നേ ഒരു എന്താ പറയണ്ടേ വേറൊരു പോയം എഴുതിയിട്ടുണ്ട്. അതായത് ജോൺ ഡ്രൈഡനെ എഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം ഒരു റൈറ്റിംഗ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിൻ്റെ ഒരു എന്താ പറയണ്ടേ റെസ്പോൺസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതായത് രണ്ടുപേരും റെസ്റ്റോറേഷൻ ഇറയിലെ ലിറ്റററി റൈവൽസ് ആണ്. അതേപോലെ ഡ്രൈഡൻ മക്ഫ്ലക്നോ എന്നുള്ളൊരു ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള മോക്ക് ഹീറോയിക് സറ്റയർ ശരിക്കും ഷാഡ്വെല്ലിൻ്റെ അല്ലേ ഒരു ക്രൗണിങ് ഓഫ് കിങ് ഓഫ് ഡൾനെസ് ആൻഡ് നോൺസെൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു കോൺഫ്ലിക്റ്റ് രണ്ട് പ്ലേ റൈറ്റ്സും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ശരിക്കും പറഞ്ഞാൽ മൾട്ടി ലെയേർഡാണ് അതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത്. ഷാഡ്വെൽ ബെൻ ജോൺസൻ്റെ ഒരു ഫോളോവർ ആയിരുന്നു. അതുപോലെ തന്നെ കോമഡി ഓഫ് ഹ്യൂമേഴ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. എന്നാൽ ഡ്രൈഡൻ ഹെവിലി ക്രിട്ടിസൈസ്ഡ് ദീസ് മെത്തേഡ്, ഈ മെത്തേഡെല്ലാം ഡ്രൈഡൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫേവറിങ് പ്ലേസ് വിത്ത് റിഫൈൻഡ് വിറ്റ് ആൻഡ് റൊമാൻസ്. ഓക്കെ, ഇനി പൊളിറ്റിക്കൽ ഡിവിഷൻ എന്ന് പറയുകയാണെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് ഫ്രാക്ചർ ആയിട്ടുള്ളത് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് ക്രൈസിസ് ഓഫ് ദ ലേറ്റ് ആയിരുന്നു. ദെൻ 1670s 1680s കാലഘട്ടത്തിൽ. ആൻഡ് ഡ്രൈഡൻ റിമെയിൻഡ് എ സ്റ്റോൺച്ച് ടോറി ആൻഡ് സപ്പോർട്ടർ ഓഫ് ദ ക്രൗൺ. ഓക്കെ, ആ ഒരു ക്രൗണിനെ സപ്പോർട്ടർ ആയിരുന്നു. എന്നാൽ ഷാഡ്വെൽ വിഗ്സിനെ ആയിരുന്നു അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിഫറൻസും ഇവരുടെ രണ്ടുപേരുടെയും റൈറ്റിങ്സിലും ലൈഫിലും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഷാഡ്വെൽ ഡ്രൈഡൻ്റെ റോയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിനെ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ്സിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് 1682 ഒരു പോയം എഴുതിയിട്ടുണ്ടായിരുന്നു. പോയംസ് നെയിം വാസ് ദ മെഡൽ ഓഫ് ജോൺ ബയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡ്രൈഡൻ റെസ്പോണ്ട് ചെയ്തിട്ട് സേജ്ലി ഇൻ അബ്സലോം ആൻഡ് ആക്കിറ്റോഫെൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോയത്തിൽ സിമെന്റഡ് ഹസ് റിവൈവൽസ് ലെഗസി ഇൻ മക്ഫ്ലക്നോ, എ വർക്ക് ദാറ്റ് ഫേമസ്ലി ഡെപ്പിക്റ്റഡ് ഷാഡ്വെൽ ആസ് ദ പെർഫെക്റ്റ് ഹെയർ ടു റിച്ചാർഡ് ഫ്ലെക്നോ ദ മൊണാർക്ക് ഓഫ് ഡൾനെസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു പോയം അദ്ദേഹം ഒരു റെസ്പോണ്ട് എന്നുള്ള രീതിക്ക് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇനി എന്താണ് മക്ഫ്ലക്നോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് മക്ഫ്ലക്നോ എന്നാണ് പറയാൻ പോകുന്നത്. മക്ഫ്ലക്നോൻ്റെ ഒരു എന്താണ് ഒരു സമ്മറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കുറേ സ്റ്റാൻസ വൈസ് ആയിട്ട് ആ ഒരു പോയം എഴുതിയിട്ടുള്ളത് കാണാം. അപ്പോൾ ഒരു ഫസ്റ്റത്തെ പാരഗ്രാഫ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് മക്ഫ്ലക്നോ 1682 എഴുതിയിട്ടുള്ള ഒരു പോയമാണ്. 1682 എഴുതിയിട്ടുള്ള ഒരു പോയമാണ് മക്ഫ്ലക്നോ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. 1682 അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. ആൻഡ് മോക്ക് ഹീറോയിക് സറ്ററിക്കൽ പോയമാണ്. ജോൺ ഡ്രൈഡൻ്റെ തോമസ് ഷാഡ്വെല്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് എഴുതിയതാണ്. ആൻഡ് ഇതിൻ്റെ ഫുൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മക്ഫ്ലക്നോ ഒരു എന്താ പറയണ്ടേ കോളൻ ഇട്ടിട്ട് എ സെറ്റർ അപ്പോൺ ദ ട്രൂ ബ്ലൂ പ്രൊട്ടസ്റ്റന്റ് പോയറ്റ് T.S. Dryden attacks Shadwell by presenting him as the rightful heir to a kingdom ruler by stupidity and dullness. അപ്പോൾ സെറ്റർ അപ്പോൺ ദ ട്രൂ ബ്ലൂ പ്രൊട്ടസ്റ്റന്റ് പോയറ്റ് T.S. എന്നുള്ളതാണ് അവിടെ അതിൻ്റെ ഫുൾ നെയിം വരുന്നത്. ഓക്കെ, അവിടെ ഷാഡ്വെല്ലിനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഈ ഒരു പോയത്തിൽ, ഒരു റൈറ്റ്ഫുൾ ഹെയർ ടു എ കിങ്ഡം റൂൾഡ് ബൈ സ്റ്റുപ്പിഡിറ്റി ആൻഡ് ഡൾനെസ് എന്നുള്ളതാണ്. അതായത് ഈ ഒരു തോമസ് ഷാഡ്വെൽ വരുന്നത് ആ ഒരു കിങ്ഡം, ആ കിങ്ഡം എന്ന് പറയുന്നത് ഫുൾ ഓഫ് ഡൾനെസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നോൺസെൻസ് നിറഞ്ഞിട്ടുള്ള ഒരു കിങ്ഡം ആയിരുന്നു. ആ കിങ്ഡത്തിൽ ജീവിച്ചിരുന്ന കിങ് ആയിട്ടുള്ള റിച്ചാർഡ്, അദ്ദേഹം
ഇസ് ദ ഫോളോവർ ഓഫ് ഡൾനെസ്, സ്റ്റുപ്പിഡിറ്റി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലശേഷം ഒരു റൂളറെ ആ ഒരു കിങ്ഡത്തിന്, ആ കിങ്ഡം ഓഫ് നോൺസെൻസിന് വേണമെന്ന് പറഞ്ഞ് ആരെയാണ് അവിടെ സെലക്ട് ചെയ്യുന്നത്? തോമസ് ഷാഡ്വെല്ലിനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ പോയം കമ്പൈൻസ് പേഴ്സണൽ ക്രിറ്റിസിസം, പൊളിറ്റിക്കൽ ഡിഫറൻസസ് ആൻഡ് ലിറ്റററി സറ്റയർ. So though the style resembles a serious epic poem, the subject is ridiculous, which creates humor and irony. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഫസ്റ്റ് പറയുന്നത് ഫ്ലക്നോ ആസ് എ കിങ് ഓഫ് നോൺസെൻസ് എന്നുള്ളതാണ് കേട്ടോ. Okay, so the poem opens with the idea that all human beings eventually die and rulers must choose successors. അപ്പോൾ ആ പോയം തുടങ്ങുമ്പോൾ അവിടെ എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് എല്ലാവരും ഇങ്ങനെ ഇവഞ്ച്വലി മരണപ്പെടുകയാണ്. അങ്ങനെ അവിടുത്തെ റൂളർ പുതിയ ഒരു സക്സസർ, അല്ലേ, പുതിയൊരു അവകാശിയാക്കി കിങ്ഡത്തിന് വേണം. അങ്ങനെ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് പോയം ബിഗിൻ ചെയ്യുന്നത്. അങ്ങനെ റിച്ചാർഡ് ഫ്ലക്നോ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിലെ രാജാവ്, ഹീസ് എ mediocre poet known for dull writing, and he is imagined as the king of the kingdom of nonsense. Okay, since he has grown old and wishes to retire, he must select someone worthy and continues his rule. അല്ലേ, അയാൾ കൊണ്ടുപോകുന്ന അതേ ഡൾനെസ് സെയിം രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരാളെ വേണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് അവിടെ നമുക്ക് കാണുന്നത്. ആൻഡ് ഹി മസ്റ്റ് സെലക്ട് സംവൺ, ഒരാളെ സെലക്ട് ചെയ്യണമല്ലോ. ആൻഡ് ദ ഓപ്പണിംഗ് ഇമിറ്റേറ്റ്സ് എപ്പിക് പോയട്രി വെർ കിങ്സ് ചൂസസ് ഹെയർസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പോയട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു റിസംബിൾനെസ് കാണാം. അതായത് ആക്ച്വൽ ആയിട്ടുള്ള കിങ്സ് അവരുടെ ഹെയർസിന് സെലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ തമാശ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഡ്രൈഡൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രാൻഡ് സ്റ്റൈൽ ഓഫ് മോക്കാണ്. ഗ്രാൻഡ് സ്റ്റൈലാണ് എന്തിന്? ടു മോക്ക് ഫൂളിഷ്നെസ് റാദർ ദാൻ സെലിബ്രേറ്റ് ഹീറോയിസത്തിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു സ്റ്റുപ്പിഡിറ്റീനെ അല്ലെങ്കിൽ ഫൂളിഷ്നെസ്സിനെ മോക്ക് ചെയ്യാനാണ് ഇവിടെ ഒരു ഗ്രാൻഡ് സ്റ്റൈൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹം ഒരു സക്സസറിനെ ചൂസ് ചെയ്യുന്നതാണ്. ആരാണ് അദ്ദേഹം ചൂസ് ചെയ്യുക? ഒബ്വിയസ്ലി നമ്മുടെ തോമസ് ഷാഡ്വെൽ ആണ്. സോ ഫ്ലക്നോ കെയർഫുള്ളി കൺസിഡേഴ്സ് ഹൂ ഷുഡ് ഇൻഹെറിറ്റ് ഹിസ് കിങ്ഡം ഓഫ് സ്റ്റുപ്പിഡിറ്റി. ആ കിങ്ഡം ഓഫ് സ്റ്റുപ്പിഡിറ്റിനെ ആരാണ് ഇനി ഇൻഹെറിറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് അദ്ദേഹം അങ്ങനെ കെയർഫുള്ളി ഒബ്സർവ് ചെയ്യുകയാണ്. അങ്ങനെ കുറേ പോയിറ്റ്സിൻ്റെ ഇടയിൽ വെച്ചിട്ട് കുറേ പോയിറ്റ്സിനെ അദ്ദേഹം ഒബ്സർവ് ചെയ്തു. അതിൽ അദ്ദേഹം റിച്ചാർഡ് വിശ്വസിച്ചത് തോമസ് ഷാഡ്വെൽ ഇസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ എന്നാണ്. തോമസ് ഷാഡ്വെൽ ആണ് ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് മോസ്റ്റ് സ്യൂട്ടബിൾ എന്നുള്ളത്. ആൻഡ് according to Flukno, Shadwell has shown exceptional talent in producing dull, meaningless and uninspired writing. അപ്പോൾ ഫ്ലക്നോൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ ആരാണ് ഷാഡ്വെൽ എന്ന് പറയുന്നത് ഒരു ഫേമസ് റൈറ്ററാണ്. എന്തിൽ? ടു പ്രൊഡ്യൂസ് ഡൾ പോയട്രി, അല്ലേ, ഡൾ പോയട്രി പ്രൊഡ്യൂസ് ചെയ്യുന്നതിലും മീനിങ്ലെസ്, ഒരർത്ഥവും ഇല്ലാത്ത, ഒരു വാല്യൂ ഇല്ലാത്ത, ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോയട്രീസ് ഉണ്ടാക്കുന്ന, അതേപോലെ അൺഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു റൈറ്ററും കൂടിയാണ് ഷാഡ്വെൽ എന്നാണ് ഫ്ലക്നോൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊക്കെ പറയാൻ പറ്റും ഡ്രൈഡൻ എന്താ ശരിക്കും ചെയ്തിരിക്കുന്നത്? സറ്റാരിക്കലി പ്രൈസസ് ഷാഡ്വെല്ലിനെ ഒരു ഭയങ്കരമായിട്ട് തേച്ചൊട്ടിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് പ്രിറ്റൻഡിങ് ഹിസ് ലാക്ക് ഓഫ് ഇൻ്റലിജൻസ് ഇസ് ആക്ച്വലി ഗ്രേറ്റ്നെസ്. അല്ലേ, ശരിക്കും പറഞ്ഞാൽ ഷാഡ്വെല്ലിൻ്റെ ആ ഒരു ലാക്ക് ഓഫ് ഇൻ്റലിജൻസ് എന്താണ് ശരിക്ക് ആണ് അയാളുടെ ഒരു ഗ്രേറ്റ്നെസ് എന്ന് പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട് പറയാണ്, അല്ലേ, അങ്ങനെ വരുത്തി തീർക്കുകയാണ്. This ironic praise becomes one of the poem's strongest satirical technique. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ ഒരു സ്ട്രോങ്ങസ്റ്റ് സറ്റാരിക്കൽ ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഒരു ഐറോണിക് പ്രൈസ് തന്നെയാണ് എന്ന് പറയാം. അങ്ങനെ അടുത്ത പാരഗ്രാഫിൽ അല്ലെങ്കിൽ അടുത്ത സ്റ്റാൻസിൽ വി ക്യാൻ സീ ദാറ്റ് ദ ഷാഡ്വെൽ ആസ് പ്രിൻസ് ഓഫ് ഡൾനെസ്. അങ്ങനെ ഷാഡ്വെൽ അവിടുത്തെ പ്രിൻസ് ആയിട്ട് തിരഞ്ഞെടുക്കുകയാണ്. സോ ഫ്ലക്നോ ഡിക്ലെയർസ് Shadwell naturally deserves the throne because he perfectly represents laziness, ignorance and artistic failure. അല്ലേ, വീണ്ടും പുതിയ തരത്തിലുള്ള ടൈറ്റിൽസ് ആണ് ഷാഡ്വെല്ലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിച്ചാർഡ് പറയാണ്, ഫ്ലക്നോ പറയാണ് ഷാഡ്വെൽ ആണ് ഇനി മുതൽ അവിടുത്തെ കിങ് എന്ന് പറയുന്നത്. അവൻ ആ ഒരു കിരീടത്തിന് ഡിസേർവ് ആണ്. കാരണം ഹി പെർഫെക്റ്റ്ലി റെപ്രസെൻറ്റ് ലേസിനെസ്, അല്ലെ, മടി എന്ന് പറയുന്ന ലേസിനെസ് പെർഫെക്റ്റ്ലി റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇഗ്നോറൻസും ആർട്ടിസ്റ്റിക് ഫെയിലിയറും നമുക്ക് തോമസ് ഷാഡ്വെല്ലിൽ കാണാം.
ബാക്കി പല റൈറ്റേഴ്സിനെയും കുറിച്ച് നോക്കുകയാണെങ്കിൽ അവരിൽ നിന്നും വ്യത്യാസമായിട്ട് ഒക്കേഷണലി പ്രൊഡ്യൂസ് ഇൻ്റലിജൻറ്റ് വർക്ക് ഷാഡ്വെൽ റിമെയിൻസ് കോൺസ്റ്റൻ്റ്ലി ഡൾ അല്ലേ. ബാക്കി റൈറ്റേഴ്സൊക്കെ ഭയങ്കര പ്രൊഡക്റ്റീവ് വർക്ക്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഷാഡ്വെൽ എപ്പോഴും ഒരു ഡള്ളായിട്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡ്രൈഡൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? സ്റ്റുപ്പിഡിറ്റിയാണ് അല്ലേ. ഷാഡ്വെല്ലിൻ്റെ ഒരു സ്റ്റുപ്പിഡിറ്റി അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. സോ ഇവിടെ പോയം എക്സാജറേറ്റ് ചെയ്യുന്നത് ഷാഡ്വെല്ലിൻ്റെ വീക്ക്നെസ് ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? സോ ദാറ്റ് റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ ക്രിറ്റിസിസം ഹിഡൻ ബിനീത്ത് അപ്പാരൻറ്റ് പ്രൈസ് അല്ലേ. ഈ ഒരു പ്രൈസിൽ ഈ ഒരു എന്താ പറയണ്ടേ ആ ഒരു പൊട്ടത്തരത്തെ പുകഴ്ത്തിലൂടെ റീഡേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും അല്ലെങ്കിൽ ശരിക്കും എന്ത് തരത്തിലുള്ള ക്രിറ്റിസിസമാണ് അവിടെ ഹിഡൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു പാരഗ്രാഫിൽ നമുക്ക് കാണാം. അടുത്ത സ്റ്റാൻസിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഷാഡ്വെൽസ് ക്യാരക്ടർ. ഷാഡ്വെൽസ് ക്യാരക്ടറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. ഇവിടെ ഡ്രൈഡൻ അറ്റാക്ക് ചെയ്യുന്നത് ഷാഡ്വെൽസിൻ്റെ ലിറ്റററി എബിലിറ്റീനെയാണ്. എങ്ങനെയാണ്? ബൈ സേയിങ് ദാറ്റ് ഹി ലാക്സ് ഇമാജിനേഷൻ. അവന് ഒരു ഇമാജിനേഷനും ഇല്ല, ക്രിയേറ്റിവിറ്റിയും ഇല്ല, അതുപോലെ തന്നെ റീഫൈൻമെൻറ്റും ഇല്ല എന്നുള്ളതാണ്. ആൻഡ് ഹി പോർട്രേസ് ഹിം ആസ് സംവൺ ഹൂ റൈറ്റ്സ് എക്സസീവ്ലി ബട്ട് വിത്തൗട്ട് ക്വാളിറ്റി അല്ലേ. അത് ഷാഡ്വെല്ലിനെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അതായത് വെറുതെ ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുക, എന്നാൽ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ? ഇല്ല, എക്സസീവായിട്ട് ഇങ്ങനെ എഴുതും അല്ലേ. ഇഷ്ടംപോലെ പോയിംസും റൈറ്റിങ്സും ഇങ്ങനെ അദ്ദേഹം എഴുതും, എന്നാൽ ഒരു തരത്തിലുള്ള ക്വാളിറ്റിയും ഇല്ലാത്ത റൈറ്റിംഗ് ആണ് എന്നാണ് ഇവിടെ ഷാഡ്വെല്ലിനെ കുറിച്ചിട്ട് നമ്മുടെ ഡ്രൈഡൻ പറയുന്നത്. ഷാഡ്വെൽസ് പോയട്രി ആൻഡ് പ്ലേസ് ആർ റെപ്രസെൻറ്റഡ് ആസ് ബോറിംഗ് ആൻഡ് മീനിങ്ലെസ്. ഒരു ബോറിംഗ് ആണ്, മീനിങ്ലെസ് ആണ്. ഡ്രൈഡൻ ഇംപ്ലൈസ് ദാറ്റ് ഷാഡ്വെൽ മിസ്റ്റേക്സ് നോയ്സ് ആൻഡ് ക്വാണ്ടിറ്റി ഫോർ ജീനിയസ് ടാലൻറ്റ് അല്ലേ. അദ്ദേഹം പറയുകയാണ് ഡ്രൈഡൻസ് ഇംപ്ലൈ ദാറ്റ് ഷാഡ്വെൽ മിസ്റ്റേക്സ് നോയ്സ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ജീനിയസ് ടാലൻറ്റ് അല്ലേ. അതായത് ഒരു മിസ്റ്റേക്സ് ആണ് ശരിക്കും ഷാഡ്വെൽ അവിടെ ചെയ്യുന്നത് അല്ലേ. ഒരു ജീനിയസ് ടാലൻറ്റിൻ്റെ നോയ്സിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും ആർക്കില്ല, ഷാഡ്വെല്ലിന് ഇല്ല. അതുകൊണ്ട് തന്നെ ഷാഡ്വെൽ ബിക്കംസ് എ സിമ്പിൾ ഓഫ് പുവർ ലിറ്റററി സ്റ്റാൻഡേർഡ് അല്ലേ. ഒരു ലിറ്റററി സ്റ്റാൻഡേർഡും മീറ്റ് ചെയ്യാത്ത ഒരു പുവർ ആയിട്ടുള്ള ഒരു റൈറ്ററാണ് ഷാഡ്വെൽ എന്നിവിടെ ഡ്രൈഡൻ തറപ്പിച്ചിട്ട് പറയുകയാണ്. ഇനി അടുത്ത സ്റ്റാൻസിൽ അദ്ദേഹത്തിൻ്റെ കൊറോണേഷൻ, അതായത് എന്താണ്? റോയൽ കൊറോണേഷൻ, അദ്ദേഹത്തിൻ്റെ കിരീടധാരണ അല്ലേ. അവിടെ പറയുന്നത് എന്താ നോക്കാം. ആഫ്റ്റർ സെലക്ടിങ് ഷാഡ്വെൽ ആസ് ഹെയർ പ്രിപ്പറേഷൻസ് ബിഗിൻ ഫോർ ഹിസ് കൊറോണേഷൻ അല്ലേ. അങ്ങനെ ഷാഡ്വെല്ലിന് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു ആസ് എ ന്യൂ കിങ് ആൻഡ് ദ പ്രിപ്പറേഷൻ ഹാസ് സ്റ്റാർട്ടഡ് അല്ലേ. പ്രിപ്പറേഷൻ പലതരത്തിലുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഡ്രൈഡൻ ഡിസ്ക്രൈബ് ദ സെറിമണി വിത്ത് എക്സാജറേറ്റഡ് മാഗ്നിഫിസൻസ് സിമിലർ ടു ഹൗ എപ്പിക് പോയംസ് പോർട്രേ ദ ക്രൗണിങ് ഓഫ് ഹീറോയിക് കിങ്സ് അല്ലേ. ശരിക്കുള്ള ആക്ച്വൽ കിങ്സിൻ്റെ കൊറോണേഷൻ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്, അതുപോലെ ഇവിടുത്തെ ഫൂളായിട്ടുള്ള ഒരു കിങ്ങിൻ്റെ കൊറോണേഷനും അദ്ദേഹം ഡ്രൈഡൻ ഇവിടെ എന്ത് ചെയ്യാണ്? സിമിലർ ആയിട്ട് എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. ഹവെവർ ഇൻസ്റ്റെഡ് ഓഫ് നോബിൾ വാരിയേഴ്സ് ആൻഡ് ഗ്ലോറിയസ് അച്ചീവ്മെൻറ്റ്സ് ദ സീൻ സെലിബ്രേറ്റ്സ് ഡൾനെസ് ആൻഡ് മിഡിയോസിറ്റി അല്ലേ. മിഡിയോക്രിറ്റി, അതായത് ശരിക്കുള്ള ഒരു വിക്ടറി അല്ലെങ്കിൽ നോബിളായിട്ടുള്ള വാരിയേഴ്സിൻ്റെ വിക്ടറിയൊക്കെ ആഘോഷിക്കുന്ന തരത്തിലുള്ള ഒരു സെലിബ്രേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ വിക്ടറി ആണോ? അല്ല. ഈ ഒരു ഡൾനെസ് ആയിട്ടുള്ള കിങ്ങിൻ്റെ അല്ലെങ്കിൽ മെഡിയോക്രിറ്റി അല്ലെങ്കിൽ അത്രയും എന്താ പറയേണ്ട ഫൂളിഷ് ആയിട്ടുള്ള ഒരു കിങ്ങിൻ്റെ കൊറോണേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺട്രാസ്റ്റ്, ഈ ഒരു വൈരുദ്ധ്യം നമുക്ക് അല്ലേ, ഒരു സീരിയസ് സ്റ്റൈലും റിഡിക്കുലസ് ആയിട്ടുള്ള അല്ലേ തമാശ രീതിയിലുള്ള കോണ്ടൻറ്റും ക്രിയേറ്റ് ചെയ്യുന്നത് ശരിക്കും എന്താണ്? ഹ്യൂമർ ആൻഡ് സ്ട്രെങ്തൻ ദ സറ്റയർ. ഈ ഒരു സറ്റയർ ആയിട്ടുള്ള വർക്കിനെ ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റാൻസിൽ ആ ഒരു സെറ്റിംഗ് ഓഫ് കൊറോണേഷനാണ് കാണിക്കുന്നത്. അതായത് Coronation takes place in a degraded environment associated with cheap entertainment and inferior at art. Okay, so എന്താ പറയുന്നത്? ആ ഒരു സെലിബ്രേഷൻ്റെ ഒരു എൻവയോൺമെൻ്റ് ആണ്. ശരിക്കുള്ള എൻവയോൺമെൻറ്റിനെ പോലെയല്ല ഇവിടെ എന്താ പറയണ്ടേ, ഒരു എന്താ പറയുക ചീപ്പസ്റ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ് അവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു ഇൻഫീരിയർ ആർട്ടിനെ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതുപോലെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഡ്രൈഡൻ അവിടെ ഇൻറ്റൻഷനലി ചൂസ് ചെയ്യാണ് അല്ലേ. അത്തരത്തിലൊരു സറൗണ്ടിങ് അദ്ദേഹം വേണമെന്ന് വെച്ചിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനെ സിംബലൈസ് ചെയ്യാനാണ്? സിംബലൈസ് ദ പുവർ ക്വാളിറ്റി ഓഫ് ഷാഡ്വെൽസ് ലിറ്റററി വർക്ക് അല്ലേ. തോമസ് ഷാഡ്വെൽ എന്ന് പറയുന്ന റൈറ്ററിൻ്റെ
പുവർ ആയിട്ടുള്ള അത്രയും ചീപ്പായിട്ടുള്ള ലിറ്റററി വർക്കിനെ അവിടെ ഇൻറ്റൻഷനലി ക്രിട്ടിസൈസ് ചെയ്യുകയാണ് നമ്മുടെ ഡ്രൈഡൻ ചെയ്യുന്നത്. സോ ദ സെറ്റിംഗ് സജസ്റ്റ് കൾച്ചറൽ ഡിക്ലൈൻ ആൻഡ് ലോസ് ഓഫ് ആർട്ടിസ്റ്റിക് എക്സലൻസ്, അല്ലേ? അതായത് കൾച്ചറൽ ഡിക്ലൈൻ സംഭവിക്കുന്നു എന്നതും അതുപോലെ തന്നെ ലോസ് ഓഫ് ആർട്ടിസ്റ്റിക് എക്സലൻസും ആണ് ഇവിടെ ഈ ഒരു സെറ്റിങ്ങിലൂടെ സജസ്റ്റ് ചെയ്യുന്നത് ഡ്രൈഡൻ. So through this imagery, Dryden criticizes not only Shadwell but also changing literary taste. അല്ലേ? ഇതിലൂടെ ശരിക്കും പറഞ്ഞാൽ ഷാഡ്വെല്ലിനെ മാത്രമല്ല, ഹി ആക്ച്വലി ക്രിട്ടിസൈസ് ദ ഓൾ കൈൻഡ് ഓഫ് ലിറ്റററി ടേസ്റ്റ്സ് ദാറ്റ് ഇസ് ചേഞ്ചിങ്, അല്ലേ? ഓവർ ടൈം, സമയം അല്ലെങ്കിൽ ടൈം മാറുന്നതിനനുസരിച്ച് അവിടെ ചേഞ്ച് ആവുന്ന ലിറ്റററി ടേസ്റ്റിനെ കൂടിയാണ്, അതായത് ലിറ്റററി സ്റ്റാൻഡേർഡ്സ് നഷ്ടപ്പെട്ടു വരുന്ന കൈൻഡ് ഓഫ് റൈറ്റിങ്സിനെയും കൂടിയാണ് അദ്ദേഹം അവിടെ എന്ത് ചെയ്യുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് പറയുന്നതാണ് ഫ്ലക്നോൻ്റെ, അതായത് റിച്ചാർഡ് ഫ്ലക്നോൻ്റെ ഒരു സ്പീച്ചാണ് നെക്സ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. അവിടെ ഫ്ലക്നോ ഒരു അഡ്വൈസ് കൊടുക്കുകയാണ് നെക്സ്റ്റ് സക്സസർ ആയിട്ടുള്ള നമ്മുടെ തോമസ് ഷാഡ്വെല്ലിന് ഒരു അഡ്വൈസർ കൊടുക്കുന്ന രീതിക്ക് അവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ലൈക്ക് ആൻ എക്സ്പീരിയൻസ്ഡ് കിങ് ഗൈഡിങ് ഹിസ് സൺ, ഹി ഇൻസ്ട്രക്ട്സ് ഷാഡ്വെൽ ഓൺ ഹൗ ടു പ്രിസർവ് ആൻഡ് എക്സ്പാൻഡ് ദ എംപയർ ഓഫ് നോൺസെൻസ്. ഹി എൻകറേജസ് ഹിം ടു കണ്ടിന്യൂ പ്രൊഡ്യൂസിങ് ഡൾ റൈറ്റിംഗ് ആൻഡ് ടു അവോയ്ഡ് ഇൻ്റലിജൻസ് ഓർ originality. The speech imitates traditional royal advice but returns into satire. അപ്പോൾ ശരിക്കും ഒരു എന്താ പറയണ്ടേ, ഒരു നല്ലൊരു അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ ജയിച്ച് വന്നിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വിക്ടറി നേടി നിൽക്കുന്ന ഒരു കിങ് അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ സ്വന്തം ആണല്ലോ ഒബ്വിയസ്ലി അങ്ങനെയല്ല വരിക, അടുത്ത അനന്തരാവകാശി എന്ന് പറയുന്നത് മകനായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കിങ് മകന് കൊടുക്കുന്ന ഒരു അഡ്വൈസ് പോലെ ഇവിടെ ഫ്ലക്നോ ഷാഡ്വെല്ലിന് കൊടുക്കുകയാണ് ഒരു അഡ്വൈസ്. എന്താണ്? ഞാൻ കൊണ്ടുപോയ അതേ തരത്തിലുള്ള കിങ്ഡം ഓഫ് നോൺസെൻസ്, അല്ലെ, എംപയർ ഓഫ് നോൺസെൻസ് നീ അതുപോലെ കൊണ്ടുപോകണം എന്നാണ് കൊടുക്കുന്ന ഒരു അഡ്വൈസ്. അതായത് അതേപോലെ പ്രിസർവ് ചെയ്യണം, എന്നിട്ട് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാണ് അല്ലെങ്കിൽ ഒന്നും കൂടി ആ നോൺസെൻസ് ഇംപ്രൂവ് ചെയ്യാണ് നീ ചെയ്യേണ്ടത് എന്ന്. അങ്ങനെ അദ്ദേഹത്തെ എൻകറേജ് ചെയ്യാണ്, അതായത് ഷാഡ്വെല്ലിനെ ഫ്ലക്നോ എൻകറേജ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊഡ്യൂസ് ഇത്തരത്തിലുള്ള ഡൾ റൈറ്റിംഗ് ഇനിയും എഴുതാനും, അതുപോലെ ഒട്ടും ഇൻ്റലിജൻസോ ഒട്ടും ഒറിജിനാലിറ്റിയും ഇല്ലാതെ ഇതൊക്കെ ലാക്ക് ചെയ്തുകൊണ്ട്, അല്ലേ, ഇതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഡൾ ആയിട്ടുള്ള പോയട്രി എഴുതാൻ വേണ്ടിയിട്ട് ഷാഡ്വെല്ലിനെ എൻകറേജ് ചെയ്യാണ്. സോ ഇവിടെ ഈ ഒരു സ്പീച്ച് ഇമിറ്റേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ട്രഡീഷണൽ റോയൽ അഡ്വൈസ് ബട്ട് ടേൺസ് ഇൻ ടു ഒരു സറ്റയർ, അല്ലേ? ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റോയൽ അഡ്വൈസാണ് ശരിക്കും കിങ് മകനോ അല്ലെങ്കിൽ അടുത്ത സക്സസറിനോ കൊടുക്കേണ്ട ഒരു റോയൽ അഡ്വൈസാണ്, പക്ഷേ ഇവിടെ അതൊരു സറ്റയറാണ് എന്ന് മാത്രം. അങ്ങനെ അറ്റാക്ക് ഓൺ ഷാഡ്വെൽസ് റൈറ്റിംഗ് ആണ് നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് കാണുന്നത്. ഡ്രൈഡൻ പെർട്ടിക്കുലർലി ക്രിട്ടിസൈസസ് ഷാഡ്വെൽസ് ഡ്രമാറ്റിക് വർക്ക്സ് ആൻഡ് പോയറ്റിക് സ്റ്റൈൽ. അപ്പോൾ ഇവിടെ ഇത്രയും നമ്മൾ ഈ പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാവൂലേ, അങ്ങനെയും ക്രിട്ടിസൈസ് ചെയ്യാണ് ഷാഡ്വെല്ലിൻ്റെ റൈറ്റിങ്സിനെ നമ്മുടെ ഡ്രൈഡൻ ചെയ്യുന്നത്. ആൻഡ് ഹി അക്യൂസസ് ഹിം ഫോർ ലാക്കിംഗ് ഡിസിപ്ലിൻ ആൻഡ് ആർട്ടിസ്റ്റിക് ജഡ്ജ്മെൻറ്റ്. ഒരു ഡിസിപ്ലിനും ആർട്ടിസ്റ്റിക് ജഡ്ജ്മെൻറ്റും ഇല്ലാത്ത രീതിക്ക് അദ്ദേഹം അക്യൂസ് ചെയ്യാണ്. And according to Dryden, Shadwell values popularity over quality and fails to understand true literature. അപ്പോൾ ഡ്രൈഡനെ സംബന്ധിച്ചിടത്തോളം ഷാഡ്വെൽ എന്ന് പറയുന്നത് ഒരു റൈറ്റർ എന്നതിലുപരി പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫെയിമിന് വേണ്ടി എഴുതുന്ന റൈറ്ററാണ്. അവിടെ ശരിക്കുമുള്ള ട്രൂ ലിറ്ററേച്ചർ ഷാഡ്വെല്ലിന് അറിയില്ല എന്നാണ് ഡ്രൈഡൻ പറയുന്നത്. സോ ദീസ് ക്രിറ്റിസിസം റിവീൽ ഡ്രൈഡൻസ് കൺസേൺ അബൌട്ട് ഡിക്ലൈനിങ് ലിറ്റററി സ്റ്റാൻഡേർഡ്സ് ഇൻ റെസ്റ്റോറേഷൻ ഇംഗ്ലണ്ട്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ്, അതായത് റെസ്റ്റോറേഷൻ ഇംഗ്ലണ്ടിൽ ഉണ്ടാവുന്ന, അതായത് ഡിക്ലൈൻ ചെയ്തു വരുന്ന ലിറ്റററി സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കൺസേണും കൂടിയാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അതിൻ്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഡ്രൈഡൻ ആൻഡ് ഷാഡ്വെൽ വാസ് നോട്ട് പ്യൂർലി ലിറ്റററി. ഒരു ലിറ്റററി മാത്രമല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദേ സപ്പോർട്ടഡ് ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ്, അല്ലേ? രണ്ടുപേരും രണ്ട് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സിനെയായിരുന്നു സപ്പോർട്ട് ചെയ്തായിരുന്നത് ആ റെസ്റ്റോറേഷൻ പീരീഡിൽ. ദർ ഡിസഗ്രിമെൻറ്റ് റിഫ്ലക്റ്റഡ് വൈഡർ ടെൻഷൻസ് ഇൻ ഇംഗ്ലീഷ് സൊസൈറ്റി. Therefore, Flagno also contains political satire in addition to literary criticism എന്ന് പറയാം. സോ ഈ ഒരു ടൈറ്റിൽ ഉണ്ടല്ലോ, ഫ്ലഗ്നോ എന്നുള്ള, എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സൺ ഓഫ് എന്നാണ് മീനിങ്. അപ്പോൾ ഫ്ലഗ്നോൻ്റെ സൺ ഓഫ് ഫ്ലഗ്നോ ആരാണ് ഇവിടെ? തോമസ് ഷാഡ്വെൽ. ഓക്കെ, ശരിക്കും സൺ അല്ല എന്നാൽ സക്സസർ എന്നുള്ള രീതിക്ക് കേട്ടോ. ഇനി അടുത്തതായിട്ട് വരുന്നത് ഫ്ലഗ്നോ
abdicates the throne. അതായത് as the ceremony progresses, Flecknoe formally hands over power to Shadwell. So the transfer symbolizes the continuation of foolishness from one generation to another. അല്ലേ, ആ ഒരു കിരീടം അല്ലെങ്കിൽ ആ ഒരു പവർ അവിടെ കൈമാറ്റം ചെയ്യുന്നതിലൂടെ എന്താണ് ആ ഒരു ഫൂളിഷ്നെസ് ജനറേഷൻ ടു ജനറേഷൻ കൈമാറി വരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്കവിടെ കാണുന്നത്. Dryden humorously suggests that Shadwell will surpass even Flecknoe in dullness and incompetence. അല്ലേ, ഒരു ഈ ഒരു ഫ്ലക്നോൻ്റെ ഡൾനെസ്സും ഇൻകോമ്പിറ്റൻസും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സർപ്പാസ് ആയി വരും അല്ലേ, ജനറേഷൻ ടു ജനറേഷൻ അവിടെ പാസ് ചെയ്യും എന്ന് തന്നെയാണ് അവിടെ ഡ്രൈഡൻ ഹ്യൂമറസലി പറയുന്നത്. ദസ് കിങ്ഡം ഓഫ് നോൺസെൻസ് വിൽ ബിക്കം സ്ട്രോങ്ങർ അണ്ടർ ഹിസ് റൂൾ. അല്ലേ, അപ്പോൾ ഒരു കിങ്ഡം ഓഫ് നോൺസെൻസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഇദ്ദേഹത്തിൻ്റെ ഷാഡ്വെല്ലിൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ഡ്രൈഡൻ പറയുന്നത്. ഇനി സഡൻ എൻഡ് ഓഫ് ഫ്ലക്നോ അവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിയർ ദ കൺക്ലൂഷനിലേക്ക് പോയം എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഫ്ലക്നോ അവിടുന്ന് ഡിസപ്പിയർ ആവുകയാണ്, അൺഎക്സ്പെക്റ്റഡ്ലി ഡിസപ്പിയർ ആവുകയും ഷാഡ്വെൽ അവിടെ ഒരു ന്യൂ റൂളറായിട്ട് നിൽക്കുന്നതും കാണാം. സോ ഈ ഒരു എൻഡിങ് റിസംബിൾസ് എപ്പിക് സക്സഷൻ നാരേറ്റീവ്സ് ബട്ട് ഈസ് ഇൻറ്റൻഷനലി അബ്സേർഡ്. ഒരു അബ്സേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ കാണിക്കുന്നത്. ഷാഡ്വെൽ നൗ സ്റ്റാൻഡ്സ് ആസ് ദ അൺഡിസ്പ്യൂട്ടഡ് കിങ് ഓഫ് മെഡിയോക്രിറ്റി ആൻഡ് ബാഡ് പോയട്രി. അല്ലേ, ദെൻ ഈ ഒരു പോയത്തിൻ്റെ സെൻട്രൽ മീനിങ്, അപ്പോൾ ഇതിലൂടെയൊക്കെ എന്താണ് ഒരു സെൻട്രൽ മീനിങ് എന്താണ്? ദ പോയം ഇസ് നോട്ട് മിയർലി എ പേഴ്സണൽ അറ്റാക്ക് ഓൺ തോമസ് ഷാഡ്വെൽ, ഒരു പേഴ്സണൽ അറ്റാക്ക് മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ ക്രിറ്റിസിസം ഓഫ് ഇൻഫീരിയർ ലിറ്ററേച്ചർ. അല്ലേ, ഇൻഫീരിയർ ലിറ്ററേച്ചറിൻ്റെ ഒരു ക്രിറ്റിസിസം കൂടിയാണ് ഒരു പോയം. ആൻഡ് പുവർ ആർട്ടിസ്റ്റിക് ടേസ്റ്റ് ആൻഡ് കൾച്ചറൽ ഡിക്ലൈൻ, അതിൻ്റെയും ഒരു ക്രിറ്റിസിസമാണ്. സോ ഡ്രൈഡൻ ഡിഫെൻസ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഗുഡ് റൈറ്റിംഗ് ബൈ മോക്കിംഗ് വാട്ട് ഹി considers mediocrity. Therefore, Mac Flecknoe becomes one of the greatest examples of English literary criticism അല്ലെങ്കിൽ satire എന്നുള്ളത്. ഓക്കെ, ഇനി ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ, in simple terms, the poem tells the story of King Flecknoe choosing Thomas Shadwell as his successor to rule over the kingdom of stupidity and dullness. Through exaggerated praise, irony and mock heroic style, Dryden ridicules Shadwell and criticizes poor literature. The poem remains important because it combines humor, satire and social criticism in a powerful way. Okay, so in a one-line summary you can write like this: Mac Flecknoe is a mock heroic satirical poem in which John Dryden portrays Thomas Shadwell as the heir to a kingdom of dullness, thereby criticizing bad literature and mediocrity. Okay, so ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പറയാനുള്ളത്. അതായത് എന്താണ് ഇനിയുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു സമ്മറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്കതിൻ്റെ തീംസ് നോക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യുന്നത്, ഡ്രൈഡൻ ഒരു ഇമാജിനറി വേൾഡ് അല്ലെങ്കിൽ കിങ്ഡം ഉണ്ടാക്കുകയാണ്. ഇമാജിനറി ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെയും അവിടെ ഉണ്ടാക്കിയിട്ട് അതിലൂടെ തോമസ് ഷാഡ്വെല്ലിനെയും അതേപോലെ തന്നെ ഇൻഫീരിയർ ലിറ്ററേച്ചറിനെയും പുവർ ആർട്ടിസ്റ്റിക് ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ലാക്ക് ഓഫ് ആർട്ടിസ്റ്റിക് സ്റ്റാൻഡേർഡ് ഉള്ള റൈറ്റിങ്സിനെയും അവിടെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സമ്മറി ഓഫ് ദ പോയം. Okay, now we are going to take a look on the next units. Okay, അപ്പോൾ നമ്മൾ യൂണിറ്റ് 3 സംസാരിച്ചു, സമ്മറി. ഓക്കെ, യൂണിറ്റ് 2 അതിൻ്റെ റീഡിങ് ഓഫ് ദ പോയം എന്ന് പറയുന്നത്, അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 4ലാണ് അതിൻ്റെ തീമും പോയറ്റിക് ഡിക്ഷനും വരുന്നത് കേട്ടോ. സോ എന്താണ് തീംസ്? സോ സമ്മറി പറഞ്ഞപ്പോൾ തന്നെ we have already covered the themes as well. So let's see themes of Mac Flecknoe. So the themes are the central ideas developed in the poem. അല്ലേ, എന്താ ശരിക്കും തീം എന്ന് പറയുമ്പോൾ സെൻട്രൽ ഐഡിയാസ് ഓഫ് ദ പോയം ആണ്. സോ ദ ഫസ്റ്റ് തീം നമുക്ക് പറയാൻ പറ്റും സറ്റയർ ഓൺ ബാഡ് ലിറ്ററേച്ചർ. അല്ലേ, ബാഡ് ലിറ്ററേച്ചറിന് എഗെയിൻസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു സറ്റയർ. സോ ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തീം ഇസ് ക്രിറ്റിസിസം ഓഫ് പുവർ റൈറ്റിംഗ്. ഡ്രൈഡൻ പ്രസൻസ് ഷാഡ്വെൽ ആസ് എ സിംബൽ ഓഫ് ലിറ്റററി ഡൾനെസ് ആൻഡ് ലാക്ക് ഓഫ് ടാലൻറ്റ്. And by making him the ruler of kingdom of nonsense, Dryden attacks writers who produce inferior literature. അല്ലേ, കിങ്ഡം ഓഫ് നോൺസെൻസിൻ്റെ രാജാവായിട്ട് ഷാഡ്വെല്ലിനെ അവിടെ റെപ്രസെൻ്റ് ചെയ്തതോടുകൂടി എന്താ ഡ്രൈഡൻ ചെയ്തത്, ശരിക്കും ഇൻഫീരിയർ ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റൈറ്റേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും അറ്റാക്ക് ചെയ്യുകയാണ് റൈറ്റിങ്ങിലൂടെ ഡ്രൈഡൻ ചെയ്തിട്ടുള്ളത്. സോ ഡ്രൈഡൻ അവിടെ ഇൻഡയറക്റ്റ്ലി ഒരു കാര്യം പറയുന്നുണ്ട്, ട്രൂ പോയട്രി റിക്വയേഴ്സ് ഇൻ്റലിജൻസ്, ഇമാജിനേഷൻ ആൻഡ് ആർട്ടിസ്റ്റിക് സ്കിൽ. ഈ 3 കാര്യങ്ങളും വേണം ശരിക്കും പറഞ്ഞാൽ ട്രൂ ലിറ്ററേച്ചറിന് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയം ശരിക്കും പറഞ്ഞാൽ ഡിഫെൻസ് ഓഫ് ഹൈ ലിറ്റററി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയാം.
സെക്കൻഡ് തീമായിട്ട് വരുന്നത് ഡൾനെസ് ആൻഡ് മെഡിയോക്രിറ്റി എന്നുള്ളതാണ്. ഓക്കെ, സോ ഡൾനെസ്സും ആണ്, അതുപോലെ തന്നെ മെഡിയോക്രിറ്റി. എന്താണ് മെഡിയോക്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സെയിം മീനിങ് ആണ് അവിടെ വരുന്നത്. ക്വാളിറ്റി ഓർ സ്റ്റേറ്റ് ഓഫ് ബീങ് മെഡിക്കോൾ. ഓക്കെ, അതായത് അത്രയും എന്താ പറയേണ്ടത്, സ്റ്റേറ്റ് ഓഫ് ബീങ് ആവറേജ്, ഓർഡിനറി എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ മോഡറേറ്റ് ക്വാളിറ്റി ഉള്ള എന്നൊക്കെ പറയുന്നതാണ് മെഡിയോക്രിറ്റി എന്ന് പറയുന്നത്. സോ ഡൾനെസ് ഇസ് ദ സെൻട്രൽ സിമ്പിൾ ത്രൂ ഔട്ട് ദ പോയം അല്ലേ. ആൻഡ് ഷാഡ്വെൽ റെപ്രസെൻറ്റ് എന്തിനൊക്കെയാണ് ഷാഡ്വെൽ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഹി റെപ്രസെൻറ്റ്സ് ഇഗ്നോറൻസ്, ലാക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി, ലാക്ക് ഓഫ് ഇമാജിനേഷൻ ആൻഡ് പുവർ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഓൾസോ മെഡിക്കൽ ടാലൻറ്റ് എന്നുള്ളത്. So Dryden repeatedly suggests Shadwell succeeds because of his inability rather than ability എന്ന് പറയുന്നുണ്ട് അല്ലേ. എബിലിറ്റിനേക്കാൾ കൂടുതൽ ഇന്നബിലിറ്റിനെയാണ് ഇവിടെ എന്താ പറയേണ്ടത്, ഡ്രൈഡൻ റിപ്പീറ്റഡ്ലി സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഡിക്ലൈൻ ഓഫ് ലിറ്റററി സ്റ്റാൻഡേർഡ്സ് ആണ് അടുത്ത ഒരു മെയിൻ തീം വരുന്നത്. പോയം ഷോസ് കൺസേൺസ് അബൌട്ട് ഡിക്ലൈനിങ് ആർട്ടിസ്റ്റിക് വാല്യൂസ് അല്ലേ. ഈ ഒരു പോയം ശരിക്കും പറഞ്ഞാൽ ഡ്രൈഡൻ്റെ ഒരു കൺസേൺ ആണ്, ഒരു ആകുലതയാണ് കാണിക്കുന്നത് അല്ലേ. അതായത് കുറഞ്ഞു വരുന്ന ആ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂവിൻ്റെ കൺസേൺ ആണ് ഇവിടെ കാണുന്നത്. ഡ്രൈഡൻ ശരിക്കും പറഞ്ഞാൽ ഫിയർ ചെയ്യുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. ലിറ്ററേച്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബിക്കമിങ് ലെസ് റിഫൈൻഡ് ആൻഡ് മോർ സൂപ്പർഫിഷ്യൽ, ഭയങ്കര സൂപ്പർഫിഷ്യലായി മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു പേടിയും കൂടി, ഡ്രൈഡൻ്റെ പേടിയും കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. Through satire, he criticizes society for accepting inferior writers അല്ലേ. ഈ ഒരു സറ്റയറിലൂടെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യാണ്, ആ സൊസൈറ്റീനെ ക്രിട്ടിസൈസ് ചെയ്യാണ്. എന്ത്, ഇത്തരത്തിലുള്ള പുവർ ലിറ്ററേച്ചറിനെയും ഇൻഫീരിയർ റൈറ്റേഴ്സിനെയും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള സൊസൈറ്റീനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെക്ഫ്ലെക്നോ ബിക്കംസ് ക്രിറ്റിസിസം ഓഫ് കൾച്ചറൽ ഡിക്ലൈൻ എന്നും പറയാം. ദെൻ അടുത്തതാണ് സക്സഷൻ ആൻഡ് കിങ്ഷിപ്പ്. എന്താണ്, ദ പോയം ഫോളോസ് ദ ഐഡിയ ഓഫ് സക്സഷൻ അല്ലേ. അതായത് ഒരു കിങ്ങിൽ നിന്നും അടുത്ത കിങ്ങിലേക്കുള്ള ആ സക്സഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്, ഒരു ഐഡിയ ഉണ്ട്. എന്നാൽ കിങ് ചൂസിങ് ആൻ ഹെയർ അല്ലേ, അടുത്ത ഒരു തലമുറയാണ് ചൂസ് ചെയ്യുന്നത്. പക്ഷെ ഫ്ലെക്നോ ഇവിടെ ചൂസ് ചെയ്യുന്നത് ആരെയാണ്? ഷാഡ്വെല്ലിനെയാണ്. ഇത് സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? ഫൂളിഷ്നെസ് പാസിങ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ അല്ലേ. ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്ന ഫൂളിഷ്നെസ്സിനെയാണ് ഇവിടെ അത് സിംബലൈസ് ചെയ്യുന്നത്. സോ ദ സീരിയസ് കോൺസെപ്റ്റ് ഓഫ് റോയൽ സക്സഷൻ ബിക്കംസ് കോമിക്. റോയൽ സക്സഷൻ എന്ന് പറയുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സറ്റാർ ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ മോക്ക് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ കോമിക്കായിട്ട് ഒരു കോമഡി രീതിയിൽ കാണിച്ചിരിക്കുകയാണ്. അടുത്തതാണ് പൊളിറ്റിക്സ്. Political conflicts also influences the poem. Dryden and Shadwell belonged to different political groups. We have already said that. Hence the poem contains indirect political criticism. Okay. Then appearances versus reality. അതാണ് നെക്സ്റ്റ് തീം. അതായത് ഡ്രൈഡൻ അപ്പിയേഴ്സ് ടു പ്രൈസ് ഷാഡ്വെൽ. ഷാഡ്വെല്ലിനെ പ്രൈസ് ചെയ്യുന്ന പോലെയാണ് ശരിക്കും ഇവിടെ ആര് വന്നിട്ടുള്ളത്, അപ്പിയർ ചെയ്തിട്ടുള്ളത്, ഡ്രൈഡൻ അപ്പിയർ ചെയ്തിട്ടുള്ളത്. എന്നാൽ എന്ത് തരത്തിലുള്ള അപ്രിസിയേഷനാണ് അവിടെ കൊടുക്കുന്നത്? അവിടെ ഇൻസൾട്ട് ചെയ്യുകയാണ് ശരിക്കും ചെയ്തത് അല്ലേ. അതായത് ആക്ച്വലി ഹി ഇൻസൾട്ട്സ് ഷാഡ്വെൽ. സോ ദിസ് കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ഒരു ഐറണി അല്ലേ, ഒരു ഐറണി അവിടെ, ഒരു വിരോധാഭാസമാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ദെയർഫോർ റീഡേഴ്സ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഹിഡൻ മീനിങ് ബിഹൈൻഡ് പ്രൈസ്. സോ ഈ ഒരു പ്രൈസിൻ്റെ ബിഹൈൻഡിലുള്ള ഒരു ഹിഡൻ മീനിങ് ശരിക്കും റീഡേഴ്സിന് അത് ഉൾക്കൊള്ളാൻ പറ്റും അല്ലേ. ദെൻ അത്രയാണ് ഈ ഒരു എന്താ പറയേണ്ടത് തീംസ് ഓഫ് നമ്മുടെ എന്താ പറയണ്ടേ മെക്ഫ്ലെക്നോ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? സറ്റയർ ഓൺ ബാഡ് ലിറ്ററേച്ചർ, ഡൾനെസ് ആൻഡ് മെഡിയോക്രിറ്റി, ഡിക്ലൈൻ ഓഫ് ലിറ്റററി സ്റ്റാൻഡേർഡ്സ്, സക്സഷൻ ആൻഡ് കിൻഷിപ്പ്, പൊളിറ്റിക്സ്, ദെൻ അപ്പിയറൻസ് വേഴ്സസ് റിയാലിറ്റി. ഇനി ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, മെക് എന്ന് പറയുന്നത് സൺ ഓഫ് എന്നാണ്. അതുകൊണ്ട് മെക്ഫ്ലെക്നോ എന്ന് പറയുന്നത് സൺ ഓഫ് ഫ്ലെക്നോ എന്നാണ്. സോ ഫ്ലെക്നോ വാസ് നോൺ ആസ് എ പുവർ പോയിറ്റ് അല്ലേ, ഒരു പുവർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ലാത്ത ഒരു കൾച്ചറലെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുന്ന രീതിക്ക്, അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യുന്ന കൾച്ചറിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിക്കാണ് ഫ്ലെക്നോനെ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഷാഡ്വെല്ലിനെ മെക്ഫ്ലെക്നോ എന്ന് വിളിക്കുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? ഷാഡ്വെൽ ഇസ് ദ റൂളർ, അല്ലെങ്കിൽ ഷാഡ്വെൽ ഇസ് ദ ട്രൂ ഹെയർ ഓഫ് ഡൾനെസ് ആൻഡ് ബാഡ് പോയട്രി എന്ന് കേട്ടോ. സോ ദ ടൈറ്റിൽ ഇമ്മീഡിയറ്റ്ലി ഇൻട്രൊഡ്യൂസസ് ദ പോയം സറ്റയർ ആൻഡ് ഇറ്റ് സജസ്റ്റ് ഇൻഹെറിറ്റൻസ് ഓഫ് സ്റ്റുപ്പിഡിറ്റി റാദർ ദാൻ ഗ്രേറ്റ്നെസ്. ഗ്രേറ്റ്നെസ് അല്ല, സ്റ്റുപ്പിഡിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇതിനൊരു പോയത്തിൻ്റെ ഫോം പറയുകയാണെങ്കിൽ എന്താ, നമ്മൾ പറഞ്ഞു മോക്ക് ഹീറോയിക് പോയമാണ് ആൻഡ് ഫോമാണ്. ഓക്കെ, ഇനി മോക്ക് ഹീറോയിക് പോയട്രീൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. എലവേറ്റഡ് ആയിട്ടുള്ള സ്റ്റൈലും ഗ്രാൻഡ് സ്റ്റൈലും, എപ്പിക് പോയട്രീൻ്റെ അത്തരത്തിലുള്ള സ്റ്റൈൽ യൂസ് ചെയ്തിട്ട്
ഫൂളിഷ് ആയിട്ടില്ലെങ്കിൽ ട്രിവിയൽ ആയിട്ടുള്ള സബ്ജക്ട്സിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് എഴുതുന്നതാണ്. ഹീറോസിനെയാണ് ശരിക്കും പറഞ്ഞാൽ എപ്പിക് പോയിംസ് അവിടെ സെലിബ്രേറ്റ് ചെയ്യുക. എന്നാൽ അവിടെ ഡ്രൈഡൻ ചെയ്തിട്ടുള്ളത് എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ടാണ് അല്ലേ. ഇൻസ്റ്റെഡ് ഓഫ് പ്രൈസിങ് ഹീറോയിക് കിങ്സ് ഹി പ്രൈസസ് ഡൾനെസ്. ദെൻ ഈ ഒരു കോൺട്രാസ്റ്റ് പ്രൊഡ്യൂസസ് ഇൻ ദ ഹ്യൂമർ എന്നുള്ളത്. ദെൻ അടുത്തത് പോയറ്റിക് ഡിക്ഷൻ ആണ് കേട്ടോ. പോയറ്റിക് ഡിക്ഷൻ മീൻസ് ദ സ്പെഷ്യൽ ലാംഗ്വേജ് യൂസ്ഡ് ബൈ പോയറ്റ്സ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, നമ്മൾ പറയില്ലേ പോയറ്റിക് ഡിവൈസസ് എന്നൊക്കെ. അതായത് പോയറ്റുകൾ തൻ്റെ പോയട്രി കുറച്ചും കൂടിയും എന്താ പറയണ്ടേ റിതമിക് ആക്കാനും അല്ലെങ്കിൽ എന്താ പറയണ്ടേ മ്യൂസിക്കൽ ആക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൈൻഡ് ഓഫ് ലാംഗ്വേജസ് അല്ലെങ്കിൽ ടെക്നിക്സ് ഒക്കെയാണ് എന്ത് പോയറ്റിക് ഡിക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഡ്രൈഡൻ്റെ ഡിക്ഷൻ എന്ന് പറയുന്നത് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് നോക്കാം. ഹി യൂസസ് എലവേറ്റഡ് ലാംഗ്വേജ്. എന്താണ്? ഡ്രൈഡൻ ഡെലിബറേറ്റ്ലി യൂസസ് ഗ്രാൻഡ് ആൻഡ് സീരിയസ് ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ ഓർഡിനറി ഫൂളിഷ്നെസ് ഈസ് ഡിസ്ക്രൈബ്ഡ് വിത്ത് റോയൽ ആൻഡ് എപ്പിക് വേർഡ്സ് അല്ലേ. റോയലും എപ്പിക്കൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് വെച്ചിട്ടാണ് ഈ ഒരു ഫൂളിഷ്നെസ്സിനെ അദ്ദേഹം അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഇൻക്രീസസ് ഐറണി. ഇത് ഐറണീനെയാണ് അവിടെ ഇൻക്രീസ് ചെയ്തിട്ട് കാണിക്കുന്നത്. ദെൻ ക്ലാസിക്കൽ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോയം ഇൻക്ലൂഡ്സ് എന്തൊക്കെയുണ്ട്? റോമൻ ഹിസ്റ്ററിനെയും ആൻഷ്യൻ റൂളേഴ്സിനെയും ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെയൊക്കെ റെഫർ ചെയ്തിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു അല്യൂഷൻസ് ഒക്കെ മേക്ക് ചെയ്യുന്നത് എന്താണ്? ദ പോയം റിസംബിൾ എപ്പിക് പോയട്രി അല്ലേ. ഒരു എപ്പിക് പോയട്രീൻ്റെ റിസംബിൾസ് അവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെഫറൻസ് അല്ലെങ്കിൽ അല്യൂഷൻസ് ഒക്കെ അവിടെ കാണിക്കുന്നത്. ഇനി അതിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്, ഈ ഒരു പോയത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ഫോർമൽ സ്റ്റൈലാണ് അല്ലേ. ലാംഗ്വേജ് അപ്പിയേഴ്സ് ഡിഗ്നിഫൈഡ് ആൻഡ് മജസ്റ്റിക് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ലാംഗ്വേജാണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ഈസ് അബ്സേർഡ്, ഒരു അബ്സേർഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. സോ ഈ ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്? ഹ്യൂമർ, സറ്റയർ, കോമിക് അല്ലേ എലമെൻ്റ് ഒക്കെയാണ്. ഇനി അതിൻ്റെ ഇമേജറി. ഡ്രൈഡൻ യൂസസ് വിവിഡ് ഇമേജസ് ഓഫ് കൊറോണേഷൻ, കിങ്ഡം, സക്സഷൻ, ത്രോൺ, എംപയർ. ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ഇമേജസ് ഡ്രൈഡൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം സ്ട്രെങ്തൻ ചെയ്യുന്നത് എന്താണ്? ആ ഒരു സറ്റയറിനെയാണ് അല്ലേ. ഇനി ലാംഗ്വേജിൻ്റെ ഐറണി, അതായത് ഐറണി ഈസ് സെൻട്രൽ ടു പോയറ്റിക് ഡിക്ഷൻ. ഡ്രൈഡൻ പ്രൈസസ് വൈൽ ക്രിട്ടിസൈസിങ് അല്ലേ. ഡ്രൈഡൻ അവിടെ പൊക്കി പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ്. സോ ദിസ് ഹിഡൻ മീനിങ് മേക്സ് ദ പോയം പവർഫുൾ എന്നുള്ളത്. ദെൻ സറ്റയർ വേഴ്സസ് പോയട്രി, അതായത് സറ്റയർ ആസ് പോയട്രി, നോട്ട് വേഴ്സസ് ആസ് പോയട്രി. സോ വൺ ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻ ഇൻ ദിസ് യൂണിറ്റ് ഇസ് ഹൗ ക്യാൻ സറ്റയർ ബിക്കം പോയട്രി അല്ലേ. ഒരു പോയട്രി അല്ലെങ്കിൽ ഒരു സറ്റയർ എങ്ങനെയാണ് ഒരു പോയട്രി ആയി മാറുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഈ യൂണിറ്റിൽ കാണാം. ഇവിടെ ഡ്രൈഡൻ പ്രൂവ് ചെയ്യുന്നത് എന്താ വെച്ചാൽ സറ്റയർ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസൾട്ട് മാത്രമല്ല, അതായത് ഒരാളെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇൻസൾട്ട് മാത്രമല്ല എന്നുള്ളൊരു കാര്യം ഡ്രൈഡൻ പ്രൂവ് ചെയ്യുന്നുണ്ട്. എന്നാൽ സറ്റയർ ക്യാൻ ഓൾസോ ക്രിട്ടിസൈസ് സൊസൈറ്റിയിലുള്ള കാര്യങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ സറ്റയറിനെ കൊണ്ട് പറ്റും. ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് ലിറ്റററി സ്റ്റാൻഡേർഡ്സ്. ഇറ്റ് ക്യാൻ എക്സ്പോസ് ഫൂളിഷ്നെസ്, ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഹ്യൂമർ ആൻഡ് ഇറ്റ് ക്യാൻ എൻകറേജ് റിഫ്ലക്ഷൻ. ഇതെല്ലാം സറ്റയർ കൊണ്ട് സാധ്യമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ സറ്റയർ ബിക്കംസ് എ സീരിയസ് ആർട്ട്, ഒരു സീരിയസ് ആർട്ട് കൂടിയാണ് സറ്റയർ എന്നുകൂടി ഡ്രൈഡൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും മക് ഫ്ലക്നോ എന്നുള്ളത് എന്താണ്? ഒരു ഗ്രേറ്റ് സറ്റയർ ആണ്. പോയം സക്സീഡ്സ് ബിക്കോസ് ക്രിറ്റിസിസം ഈസ് ഇൻഡയറക്റ്റ് അല്ലേ. ഇൻഡയറക്റ്റ് ആയിട്ട് ക്രിറ്റിസിസം അവിടെ ഉണ്ട്. ഹ്യൂമർ സോഫ്റ്റൻസ് അറ്റാക്കിനെ അല്ലേ, ഹ്യൂമർ അവിടെ സോഫ്റ്റൻ ചെയ്യുന്നുണ്ട്. ഐറണി ഒരു ഡെപ്ത് ആയിട്ട് അല്ലേ, ഒരു ഡെപ്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മോക്ക് ഹീറോയിക് സ്റ്റൈൽ ഇൻക്രീസസ് എഫക്റ്റ്. ദെൻ ലിറ്റററി ക്രിറ്റിസിസം ബിക്കംസ് എൻ്റർടൈനിങ്. So hence Mac Flecknoe is considered one of the finest satirical poems in English literature. So overall ഒരു ഇമ്പോർട്ടൻസ് എന്താണ് പോയത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും a major restoration satire, one of the earliest mock heroic poems, criticism of poor literature, example of heroic couplets, reflection of politics and society എന്നുള്ളത്. So in the conclusion we can say that Mac Flecknoe uses epic style and elevated language to mock Thomas Shadwell, criticizes bad literature and defend artistic excellence. Okay, so that's all about our entire block of this paper. Which block? Third block of the paper, poetry and drama. Okay, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ ഈ ടെക്സ്റ്റ് നന്നായിട്ട് നിങ്ങൾ വായിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ്
everything is clear for you. Okay, now you can read your text well. Okay, നന്നായിട്ട് തന്നെ ടെക്സ്റ്റ് വായിക്കുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.